വാസ്തുവിദ്യയുടെ അഴകിൽ തലയെടുപ്പോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന നിർമ്മിതികളുള്ള ജയ്പൂർ നഗരത്തിൻ്റെ കാഴ്ചകളും കണ്ട് അജ്മീരിലേക്കുള്ള യാത്ര. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حينما حل البلاء جئت إليك അജ്മീർ കാശ്മീർ യാത്രയുടെ 19ാമത്തെ എപ്പിസോഡ്. നമ്മൾ രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത സാമ്പാർ ലേക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടുത്തെ അജ്മീർ ഖാജ തങ്ങളുടെ പൗത്രനായ ഖാജ ഹുസാമുദ്ദീൻ റളിയല്ലാഹുവിൻ്റെ ദർഗ സാമ്പാർ ഷെരീഫ്, അവിടുത്തെ സിയാറത്തിന് ശേഷം രാജസ്ഥാൻ്റെ തലസ്ഥാന നഗരിയായ കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും നഗരമെന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പിങ്ക് സിറ്റി ജയ്പൂർ, അവിടുത്തെ കാഴ്ചകളും കണ്ടാണ് നമ്മൾ അജ്മീറിലേക്ക് ഇന്ന് യാത്ര തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സാമ്പാറിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറി ഇപ്പോൾ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. മെട്രോ സ്റ്റേഷനാണ് നേരെ മുമ്പിൽ കാണുന്നത്. ഇവിടെ നിന്നും മെട്രോ ട്രെയിൻ കയറി നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ജയ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതിയും കാഴ്ച സ്ഥലങ്ങളിലൊന്നുമായ ഹവാമാലിലേക്കാണ്. അങ്ങനെ മെട്രോ ട്രെയിനിൽ ബഡി ചോപ്ര മെട്രോ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങി തൊട്ട് മുമ്പിൽ തന്നെ ജയ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി പാലസിൻ്റെ തൊട്ട് മുമ്പിലാണ് മനോഹരമായ ഈ നിർമ്മിതിയുള്ളത്. 953 ജനാലകളുള്ള കാറ്റിൻ്റെ മാളിക, അതാണ് നാം ഈ കാണുന്ന ഹവാ മഹൽ. 50 രൂപ ടിക്കറ്റ് എടുത്ത് നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാവുന്നതാണ്. ജയ്പൂർ നഗരം നിർമ്മിച്ച മഹാരാജ സവായ് പ്രതാപ് സിംഗ് അദ്ദേഹം തന്നെ പടുത്തുയർത്തിയതാണ് ഈ ഹവാ മഹൽ. കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് നഗര ഗ്രാമ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കിളിവാതിലുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ ഹവാ മഹലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ ഒരു റിക്ഷയിൽ നമ്മൾ പോകുന്നത് ഒരു തടാകത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമായ ജൽ മഹൽ സന്ദർശിക്കാനാണ്. അങ്ങനെ നമ്മൾ ജൽമഹലിൻ്റെ അടുക്കലാണ് എത്തിയിട്ടുള്ളത്. മാൻസാഗർ തടാകത്തിൽ 5 നിലകളായി സ്ഥിതി ചെയ്യുന്ന ഈ ജൽ മഹൽ എന്ന് പറയുന്ന കൊട്ടാരം, അതിൻ്റെ ബാക്കിയുള്ള ഈ കാണുന്നതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അവിടങ്ങളിലുള്ള കാഴ്ചകളൊക്കെ അല്പസമയം കണ്ട് നമ്മൾ അവിടുന്ന് ട്രെയിൻ കയറി ഇപ്പോൾ അജ്മീരിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അജ്മീർ കാശ്മീർ യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലെ ദർഗകളും കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ ജയ്പൂരിലെ കാഴ്ചകളും കണ്ട് അജ്മീരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളമുള്ള യാത്രയ്ക്ക് ശേഷം ജയ്പൂരിൽ നിന്ന് ഇപ്പോൾ നമ്മൾ അജ്മീർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടുത്തെ ചില കാഴ്ചകളാണ് ഈ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കുക. നമ്മൾ അജ്മീറിനെ കുറിച്ച് ഒരുപാട് എപ്പിസോഡുകൾ, വീഡിയോസുകൾ, അവിടുത്തെ കാഴ്ചകൾ, ദർഗകൾ ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ കഴിയും. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ദർഗയിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിലൊന്നും മുമ്പുള്ള എപ്പിസോഡൊന്നും കാണിക്കാത്ത ചില മക്കാമുകൾ കൂടി അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ കാണിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളതൊക്കെ കാണുക.